ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ കുളിച്ചൊരുങ്ങി നേരെ പോകുന്നത് പെരുമ്പാവൂരിലോട്ടാണ്. എന്തിനാന്നല്ലേ, ഇന്നലെ നമ്മുടെ നികിതാകചര ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് പോവുക. കാറിലും ബസ്സിലും ഒക്കെ കയറിയാല് പണ്ട് തൊട്ടേ നമുക്ക് തലകറക്കം വരും. അതുകൊണ്ട് ഇച്ചിരി ചുറ്റിക്കറങ്ങിയിട്ടാലും ഞാൻ ട്രെയിനിനാണ് ഇപ്രാവശ്യം പോകുന്നത്. രാവിലെ ചങ്ങനാശ്ശേരിന്ന് കയറി ഉച്ചയായപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഏതോ ഒരു റെസ്റ്റോറന്റിൽ കയറി നല്ല ബിരിയാണി ആട്ടോ കഴിക്കുന്നത്. എവിടെ പോയി ബിരിയാണി കഴിച്ചാലും ഇന്നേ വരെ ഒരു ബിരിയാണി മൊത്തത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ബസ്സൊക്കെ കയറി നമ്മൾ നേരെ പെരുമ്പാവൂരിലോട്ട് വിട്ടു. ഫൈനലി അൽഹംദുലില്ലാ നമ്മുടെ ഷോപ്പിലെത്തി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ നികിതാക്കച്ചിയുടെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഒരു സൈഡിൽ ബ്രൈഡിന്റെ സെക്ഷൻ ആണെങ്കിൽ ഒരു സൈഡ് വെസ്റ്റേൺ വെയർ സെക്ഷൻ ആയിരിക്കും, വേറൊരു സൈഡ് മെറ്റീരിയൽസിന്റെ സെക്ഷൻ ആണെങ്കിൽ വേറൊരു സൈഡ് നമുക്ക് ഡ്രസ്സിംഗ് റൂം ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് പല പല സെറ്റപ്പ് ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രൈഡ്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ എനിക്കൊരു പൂതി ഒന്ന് കല്യാണം കഴിക്കാൻ. എന്റെ ഉപ്പായും ഉമ്മായും ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയലും ടോപ്സും ജീൻസും എല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ പോയത് ജാത്തറിലോട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഇത് നമ്മൾ റെസ്റ്റോറന്റിലോട്ട് കയറുന്ന മുന്നേ ഉള്ള ഒരു കാഴ്ച കേട്ടോ. കുറെ മീനിനെ ഉപ്പും മസാലയൊക്കെ തേച്ച് വെക്കുന്നത് പോലെ കുറെ നാരങ്ങായും ഓറഞ്ചും എല്ലാം വെച്ച് ചില ഞണ്ടിന്റെ ഒക്കെ വായിൽ റബ്ബർ ബാൻഡും കയറും ഒക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുന്നത്. എപ്പോ ഫുഡ് കഴിക്കാൻ കയറിയാലും ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇതുപോലെ ഏതെങ്കിലും ഷെയ്ക്ക് ആയിരിക്കും. ഇപ്രാവശ്യം വിശന്നിരുന്ന നമ്മുടെ മാഹിൻ അണച്ചിക്ക് ഒരു പണി കിട്ടി. എന്താണെന്നറിയുമോ? ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡും വന്നു, പ്ലേറ്റും വന്ന്, എല്ലാം വന്നു. എന്നാൽ അത് കോരിയിടേണ്ട തവി മാത്രം വന്നില്ല. അതൊരു ആംഗ്യ ഭാഷ കാണിക്കുന്നതാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. ഇവിടുന്ന് നമ്മൾ ബസ് കയറി ആലുവയിലെത്തി. അവിടുന്ന് നമ്മൾ റിട്ടേൺ ചങ്ങനാശ്ശേരിക്ക് വരുവാണ് ചെയ്യേണ്ടത്. കാറിൽ കയറി ചന്നം പിന്നെ മറിഞ്ഞുപോയ എന്റെ ഡ്രസ്സ് എല്ലാം പിറക്കിയിട്ട് അക്കച്ചിക്കും അണച്ചിക്കും ബായും പറഞ്ഞ് നമ്മൾ നേരെ ബസ് കയറി ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോ നമ്മുടെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല. എന്നാ ഒന്ന് കുത്തിയിടാന്ന് വിചാരിച്ചപ്പോഴോ അതിന് ചുറ്റും ആൾക്കാര്. എന്നാ അതുപോലെ തന്നെ ഇറച്ചിക്കടയിൽ പട്ടി വായി നോക്കിയിരിക്കുന്നത് പോലെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാനും പെടുവേ. കാരണം കുത്തിയിടുന്ന ടൈമിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കിയാൽ ആരെങ്കിലും ഫോൺ അടിച്ചുകൊണ്ട് പോകും. അത് ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും. ഫോണൊക്കെ കുത്തിയിട്ട് ചാർജൊക്കെ ആക്കി ട്രെയിൻ വന്നപ്പോ നമ്മൾ ചാടി കയറി നേരെ ചങ്ങനാശ്ശേരിലെത്തി. ചങ്ങനാശ്ശേരിലെത്തി കഴിഞ്ഞപ്പോ ഭയങ്കര വിശപ്പായിരുന്നേ. അങ്ങനെ 2 ദോശയും ഓംലേറ്റും കഴിച്ച് വീട്ടിൽ പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.